ചെറുവത്തൂർ മയ്യിച്ച പ്രദേശത്തെ ഭീതിയുടെ കരിനിഴലിൽ നിർത്തി ദേശീയപാതയിലേക്ക് വീണ്ടും വീരമലക്കുന്നിടിഞ്ഞു വീണു. ബുധനാഴ്ച രാവിലെ 10:10 നാടിനെ നടുക്കിയ സംഭവം. തലനാരിയുടെ വ്യത്യാസത്തിലാണ് വലിയൊരു ദുരന്തം വഴിമാറിപ്പോയത്. This news sponsored by Bobby Chemannur International Jewelers. കുന്നിന്റെ വലിയൊരു ഭാഗം ഇടിഞ്ഞ് ദേശീയപാതയിലേക്ക് പതിക്കുകയായിരുന്നു. കുന്നിടിച്ചിൽ തടയാനായി നിർമ്മാണ കമ്പനി നിർമ്മിച്ച സുരക്ഷാ ഭിത്തിയും കടന്ന് മണ്ണും കല്ലും ചെളിയുമെല്ലാം ദേശീയപാതയിലേക്കെത്തി. നിരവധി വാഹനങ്ങൾ കടന്നുപോകുന്ന പാതയിൽ അപകട സമയം കൂടുതൽ വാഹനങ്ങൾ ഇല്ലാതിരുന്നതിനാലാണ് വൻ ദുരന്തം ഒഴിവായത്. ഉണ്ടായിരുന്ന 3 വാഹനങ്ങൾ തലനാരിയുടെ വ്യത്യാസത്തിൽ രക്ഷപ്പെടുകയായിരുന്നു. പ്രദേശത്ത് ഹോട്ടൽ നടത്തുന്ന KV രൂപേഷും അരവിന്ദനുമാണ് ആദ്യം രക്ഷാപ്രവർത്തനത്തിനായി ഓടിയെത്തിയത്. അപ്പോൾ ഒരു കാർ ഉണ്ടായി. ആ ഒരു കാർ അവിടെ നിന്ന് നീങ്ങിയിട്ട് ഒരു സൈഡിലേക്ക് ഇങ്ങനെ വന്നിരുന്നു. കാറിന്റെ സൈഡിൽ മണ്ണലുണ്ടായി. കപ്പാസിറ്റി ആയിട്ടൊന്നുമില്ല. ഞാൻ അവരെ എടുത്തിട്ട് ഹോട്ടലിൽ ആക്കിയിട്ടില്ല, തെറ്റില്ല. പിന്നെ അതിന്റെ ഉള്ളിൽ അപ്പുറത്ത് വണ്ടി ഉണ്ടെങ്കിൽ നമുക്ക് സെറ്റ് കണ്ടില്ല. കാർ ഇങ്ങനെ ഒഴുകിയിട്ട് ഇങ്ങനെ നിന്ന് ചളിയോടെ വന്നിട്ട് കാർ ഇപ്പോൾ അവിടെ തന്നെ വന്നിട്ട് ആ മണ്ണെല്ലാം ഇപ്പം അതിന്റെ മൊത്തം അതിന് മുകളിലാട്ടി. അതിന്റെ പേര് രൂപേഷ്. ഇത് നമ്മളെ ഹോട്ടൽ തന്നെ. കാഞ്ഞങ്ങാട് നിന്നും കൊടക്കാടേക്ക് പോവുകയായിരുന്ന അധ്യാപിക സിന്ധു ഹരീഷിന്റെ കാറിലേക്ക് ചെളിമണ്ണ് കുത്തിയൊലിച്ചെത്തി. ചെളിയിലകപ്പെട്ട കാർ അല്പദൂരം നിരങ്ങി നീങ്ങിയാണ് നിന്നത്. അപ്പോഴത്തേക്ക് മണ്ണെണ്ണ നീക്കിയിട്ട് സൈഡിലേക്ക് കൊണ്ടുവന്നു. പിന്നെ സൈഡിലേക്ക് പോകാൻ നിന്നാല് കുഴിയാണ്. ഓഫാക്കി എത്ര ഇറങ്ങാനാവുന്ന മണ്ണ് ചെറുവത്തൂർ ഭാഗത്തേക്ക് പോവുകയായിരുന്ന K സുധീഷും അത്ഭുതകരമായാണ് രക്ഷപ്പെട്ടത്. കുന്നിടിയുന്നത് കണ്ട് സുധീഷ് ബൈക്ക് റോഡിൽ നിന്നും പുറത്തേക്ക് വെട്ടിച്ച് രക്ഷപ്പെടുകയായിരുന്നു. പടന്നക്കാടുന്ന് കണ്ണൂരേക്ക് പോകുന്നതായിരുന്നു. പിന്നെ വേറെ വണ്ടിയൊന്നും പറ്റില്ല. എൻ്റെ ബാക്കിൽ ഒരു കാറുണ്ടായി. പിന്നെ കാറപ്പന്നെ ഞാൻ അത് ദൂരത്തെ കാണുന്നുണ്ട്. ചെറുങ്ങനെ പൊട്ടി പോകുന്ന കാണുന്നുണ്ട്. ഇവന് ഭാഗ്യം അത് പെട്ടെന്ന് ഞാൻ സൈഡ് കൊടുത്തതുകൊണ്ട് ഭാഗ്യം. ഇല്ലെങ്കിൽ ഞാൻ ആ ഭാഗത്തുണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ അടിയിലുണ്ടാവട്ടെ. കാറ് ജസ്റ്റ് മിസ്സായത്. ഞാനും കാർ മാത്രമല്ല, വേറെ ബസ് ഓവർടേക്ക് ചെയ്തിന്. എൻ്റെ ബാക്കിൽ ബസ് ഉണ്ടായി. പിന്നെ റൂട്ടിന് മണിക്കാർ വരുമ്പോൾ ബസ് ഉണ്ടായി, അത് ഓവർടേക്ക് ചെയ്തു. വേറെ വണ്ടിയൊന്നും ഇല്ല. എൻ്റെ ഫ്രണ്ടിൽ ഒരു വണ്ടിയൊന്നുമില്ല. അപ്പം ഞാൻ കഴിഞ്ഞിട്ട് വണ്ടി അപ്പം ഞാൻ സൈഡാക്കി. കുന്നിടിയുന്നതിന് തൊട്ടു മുൻപേ നിറയെ യാത്രക്കാരുമായി ഒരു ബസ്സും കടന്നുപോയിരുന്നു. അപകടം നടന്നയുടൻ ഫയർഫോഴ്സ്, ദേശീയ ദുരന്ത നിവാരണ സേന, പോലീസ് എന്നിവർ സ്ഥലത്തെത്തി. കരാർ കമ്പനികളുടെ JCB എത്തിച്ച് മണ്ണ് മാറ്റാൻ ആരംഭിച്ചു. രാത്രിയോടെയാണ് ദേശീയപാതയിലെ മണ്ണ് ഏറെക്കുറെ പൂർണ്ണമായും മാറ്റാനായത്. സാധാരണ ദിവസങ്ങളിൽ കമ്പനിയുടെ 10-ലധികം പേർ ഇവിടെ ജോലി ചെയ്യാറുണ്ട്. മഴയായതിനാൽ തൊഴിലാളികളും ജോലിക്കെത്താതിരുന്നത് ദുരന്തം ഒഴിവാകാൻ കാരണമായി. കുന്നിടിഞ്ഞതിനെ തുടർന്ന് ഗതാഗതം തടസ്സപ്പെട്ടതോടെ വാഹനങ്ങൾ മറ്റു വഴികളിലൂടെ തിരിച്ചുവിട്ടു. M രാജഗോപാലൻ MLA, ജില്ലാ കലക്ടർ K ഇമ്പശേഖർ, ജില്ലാ പോലീസ് മേധാവി വിജയ് ഭാരത് റെഡ്ഡി, നീലേശ്വരം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മാധവൻ മണിയറ, നീലേശ്വരം നഗരസഭാ ചെയർപേഴ്സൺ TV ശാന്ത, ചെറുവത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് CV പ്രമീള, കാഞ്ഞങ്ങാട് DYSP ബാബു പെരിങ്ങേത്ത്, വിവിധ വകുപ്പ് തല മേധാവികൾ എന്നിവർ സ്ഥിതിഗതികൾ വിലയിരുത്താനായി സ്ഥലത്തെത്തി. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ.